ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ, ക്ലിയറായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രഗിൾ ചെയ്യരുത് എന്ന് സംസാരിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ പോയ ഓട്ടോമാറ്റിക്കലി നമുക്ക് സൗണ്ട് കൂടും. അത് കാരണം ഇൻഷാ അല്ലാ വെക്കേഷൻ ടൈമിൽ എനിക്ക് സൗണ്ട് ക്ലിയർ ആവുന്നു എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ ലിനു അവളുടെ ഷൂ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ പോകാൻ ടൈമിൽ അവൾക്ക് ബ്രിഞ്ചൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഗ്രീൻ ആണെങ്കിലും നമ്മളുടെ ഈ പർപ്പിൾ കളറിലുള്ളതാണെങ്കിലും രണ്ടും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെയ്താൽ. പിന്നെ അവൾക്ക് സ്നാക്സായിട്ട് ഞാൻ കുറച്ച് മാഗി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്കൂൾ വിഭവം എന്താണെന്ന് നോക്കാം. ഞാനും മോനും മോളും ഇന്ന് സ്കൂൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് നോക്കാം. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് കുറച്ചധികം കൂട്ടാൻ എടുക്കട്ടെ ഞാൻ, കാരണം അവിടെ ചെന്ന് സ്റ്റാഫുകളുടെ ഇടയിൽ കൂട്ടാൻ തല്ലുകളായിരിക്കും. നമ്മളിപ്പോഴും കുട്ടികളെ പോലെ തന്നെയാണ്. അപ്പോൾ എക്സ്പെഷ്യലി ചമ്മന്തി, അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അടി ഉറപ്പാട്ടോ. അവിടെ എനിക്കാണ് ഒന്നും കൂടെ പ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് കുറച്ച് കൊണ്ടു കൊടുന്ന് തരും കേട്ടോ, അച്ചാർ, ചമ്മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രിഞ്ചൽ, പിന്നെ പയറുപ്പേരി, നല്ല പച്ചമാങ്ങയും അതുപോലെ പച്ചമുളകും ചമ്മന്തി. മോൻക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. മോൻക്ക് സൈഡ് ഡിഷായിട്ട് എന്നെ പോലെ തന്നെ ചമ്മന്തിയോ അച്ചാറോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാട്ടമുളകില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണം കേട്ടോ സൈഡ് ഡിഷായിട്ട്. അപ്പോൾ അവനിക്കും വേണ്ടത് കൊണ്ട് തന്നെ ഞാനാണ് എപ്പോഴും സ്കൂളിൽ അച്ചാറും ചമ്മന്തിയും കൊണ്ടുപോവാറ്. ബാക്കിയുള്ള സ്റ്റാഫൊക്കെ സാധാരണ നമ്മളുടെ നോർമൽ ഉപ്പേരി എന്തെങ്കിലും കൊണ്ടുവന്നില്ലാണ്ട് എപ്പോഴും ഞാനാണ് കേട്ടോ അച്ചാറും അതുപോലെ ചമ്മന്തിയൊക്കെ കൊണ്ടുപോവാറ്. ഇനി ഞാനത് മോളുടെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കണം കേട്ടോ. വീഡിയോ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളുടെ ടിഫിൻ ബോക്സിലാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് ബോക്സിലാക്കുകയാണ്. ഞാൻ പറയാറുണ്ട് ഉപ്പേരികളൊക്കെ കുറച്ച് അധികം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ എത്ര അധികം എടുത്താലും അവിടെ ചെന്ന് നമ്മൾ കഴിക്കാൻ ടൈമിൽ നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാരണം കുറേ സ്റ്റാഫുകളാകുമ്പോൾ എല്ലാവരും എടുക്കുമല്ലോ, ഓട്ടോമാറ്റിക്കലി അവരുടെ നമ്മളുടെ ടിഫിൻ ബോക്സിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ മോളുടെ ടിഫിൻ സെറ്റാക്കിയിട്ടുണ്ട്. മോൻ്റെ ടിഫിൻ സെറ്റാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ പയറുപ്പേരി അതുപോലെ മാങ്ങ ചമ്മന്തി അങ്ങനെ എൻ്റെ ടിഫിൻ ബോക്സും റെഡിയായി. ഇനി മോൾക്കുള്ള സ്നാക്സ് അവളുടെ സ്നാക്ക് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ബെസ്റ്റീസ് വ്ലോഗിലെ ബെസ്റ്റിയുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ എഗ്ഗ് ബോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ അവരത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവളൊന്ന് ട്രൈ ചെയ്യുകയാണ് അതിൽ വെച്ചിട്ട്. 20 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളുടെ എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. എപ്പോഴും ഇതിൻ്റെ ആഡുകൾ കാണാറുണ്ട് കേട്ടോ, പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് മേടിച്ച് നോക്കി. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 4 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ എഗ്ഗ് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കാം കേട്ടോ. സിമ്പിളാണ്. മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള നമ്മളുടെ ആപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.